വസീഫ, എൻ്റെ കയ്യിലുള്ളത് ഇന്നത്തെ മലയാള മനോരമ പത്രമാണ്. അതിലെ ഒരു തലക്കെട്ട് എന്താണെന്ന് വെച്ചാൽ മൗനം തുടർന്ന് CPM നേതൃത്വം, PB കത്തുചോർച്ച വിവാദം, ആശങ്കയോടെ അണികൾ. ഇങ്ങനെയാണ് വാർത്തകളുടെ ഒരു പോക്ക്. മാതൃഭൂമിയെക്കുറിച്ചാണ് ഇതുവരെ PB രഹസ്യം ചോർന്നു എന്നൊക്കെ പറഞ്ഞ് മാതൃഭൂമി കൊടുത്തതിനെക്കുറിച്ചാണ് ഇപ്പോൾ സംസാരിച്ചത്. മലയാള മനോരമയുടെ ഇന്നത്തെ തലക്കെട്ടാണ്. അപ്പോൾ രസം എന്ന് വെച്ചാൽ ഇങ്ങനെ തലക്കെട്ട് എഴുതി ഇതേ ദിവസം തന്നെയാണ്, ഇന്നലെയൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളും വിഷയങ്ങളും ഒക്കെ വന്നത്. ഇന്ന് ഈ വാർത്തയും തലക്കെട്ടും ഇതേ പത്രങ്ങളൊക്കെ നിരത്തുമ്പോഴാണ് ഇന്ന് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നു. ഷർഷാദിനോട് കൃത്യമായി ഇതെല്ലാം പിൻവലിച്ച്, ഈ നുണപ്രചാരണം, നുണ വിശദീകരണങ്ങളെല്ലാം പിൻവലിച്ച് പ്രസ്താവന ഇറക്കണം എന്ന് പറഞ്ഞ് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. അപ്പോഴും മലയാള മനോരമ എഴുതുന്ന ആശങ്കയോടെ അണികൾ നിൽക്കുകയാണ് എന്ന നിലയിലാണ് അതിന് കൊടുക്കുന്നൊരു സമീപനം. ഇതേ സമയം തന്നെ ഏഷ്യാനെറ്റ് ന്യൂസ് ഇന്ന് ചർച്ച ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, അവതാരവും പുഴുവും എന്ന നിലയ്ക്ക് ചർച്ചയാണ്. ഞാൻ എപ്പോഴും മുമ്പ് പറഞ്ഞു, പുഴു എന്ന മലയാളികൾ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട വലിയ നിലയിൽ കലാമൂല്യമുള്ളൊരു സിനിമ സംവിധാനം ചെയ്ത ഒരു സംവിധായിക ഈ കേസിലുണ്ട്. അത് ഈ ഷർഷാദിൻ്റെ മുൻ ഭാര്യയാണ്. അവരെ ആ നിലയിൽ കൂടി ഏത് നിലയിലാണ് അത്തരമൊരു ഒരു 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 തലക്കെട്ട് രൂപപ്പെടുന്നത്? അപ്പോൾ എന്തൊക്കെയാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതിൽ ശക്തമായ വിമർശനം ഉയരുന്നു. വസ്തുതകൾ നിരത്തി വിമർശിക്കപ്പെടുന്നൊരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായത് വസീഫ്. അപ്പോഴാണ് സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ MV ഗോവിന്ദൻ മാസ്റ്ററുടെ ഇന്നത്തെ നിയമ നടപടിയുടെ നീക്കവും. വസീഫ്, ഇത് ഏതു തരത്തിലാണ് മാധ്യമങ്ങളും അല്ലെങ്കിൽ പ്രതിപക്ഷവും ഒക്കെ ചേർന്ന് രൂപപ്പെടുത്താൻ ശ്രമിച്ച ഒരു നീക്കത്തെ ഏത് നിലയിൽ സ്വാധീനിക്കും, ബാധിക്കും സംസ്ഥാന സെക്രട്ടറിയുടെ നീക്കം? ഞാനിവിടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. റത്തീന PT എന്ന് പറയുന്ന ഈ പരാതിക്കാരൻ്റെ മുൻ ജീവിത പങ്കാളിയുടെ ഒരു പോസ്റ്റ്. അതായത് ആടിനെ പട്ടിയാക്കുന്ന ഒരുത്തൻ്റെ വർത്താനം കേട്ട് അയാൾ വിസർജിച്ച അമേദ്യം ഇപ്പോൾ ബിരിയാണി ആകുമെന്നും കരുതി അത് രുചിച്ച് നോക്കുന്നവർ ചെയ്തോളൂ. തൊട്ട് നോക്കുന്നവർക്ക് അങ്ങനെ ആവാം, മണക്കുന്നവർക്ക് അതും ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ താല്പര്യം പോലെ. അടിച്ചു തെളിച്ച് വൃത്തിയാക്കിയ എൻ്റെ ഉമ്മറത്തോട്ട് അതും പിടിച്ചു കയറാൻ നോക്കണ്ട, നടക്കൂല. നഹി എന്ന് പറഞ്ഞ നഹി. ശരത്തെ, ഇതാണ് സത്യത്തിൽ ഈ പറയുന്ന മനോരമയോടും മാതൃഭൂമിയോടൊക്കെ പറയേണ്ടത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഒരു ഗതികേട് കൊണ്ടാവാം ഇങ്ങനെ ഓരോന്ന് പൊക്കിപ്പിടിച്ച് കൊണ്ടുവരിക. കുറച്ച് ദിവസം മുമ്പ് ഇവർ പൊക്കിപ്പിടിച്ച് കൊണ്ടുവന്ന മറ്റൊരു വാർത്തയായിരുന്നു, ഒരു ജ്യോത്സ്യനെ കാണാൻ CPMൻ്റെ സെക്രട്ടറി പോയി എന്ന്. ഒരു ദിവസങ്ങൾക്ക് മുമ്പാണ്. നോക്കൂ നിങ്ങൾ, കേരളത്തിലെ ഒരു മാധ്യമങ്ങളുടെ ഒരു ദാരിദ്ര്യമേ. ഇവർക്ക് ഇതുപോലെയുള്ള ചില വാർത്തകൾ പിടിച്ച് മുന്നോട്ട് പോകേണ്ട ഗതികേടാണുള്ളത്. അതിന് കുറച്ച് മുമ്പ് കോടിയേരി ബാലകൃഷ്ണൻ സഖാവ് ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറിയായി നിൽക്കുന്ന സമയത്ത്, അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തിന് അസുഖമൊക്കെയുള്ള സമയത്ത്, ഒരു പ്രസംഗത്തിനിടയിൽ അദ്ദേഹം കൈ പൊക്കി ഒരു ആംഗ്യം കാണിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ചരട്, ഒരു ചെറിയ ഒരു മാർക്ക് കണ്ടിട്ട് കൈയുടെ ഉൾഭാഗത്ത് അത് ഏലസ് ആണെന്നും പറഞ്ഞൊരു വാർത്ത ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ഇതൊക്കെ കുറേ ദിവസം ഓടുക. പിന്നെ അത് കട്ട് ചെയ്ത് വാട്സപ്പിലും ഇതുപോലെ യൂട്യൂബിലും ഒക്കെ ഇവർ തരാതരം ഉപയോഗിക്കുക. അതാണ് ഇപ്പോൾ നടക്കുന്നത്. പക്ഷേ ഈ മറുനാടൻ മലയാളിയുടെ ഒരു നിലവാരത്തിലേക്ക് കേരളത്തിലെ മാതൃഭൂമിയും മനോരമയും ഒക്കെ മാറി എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഞാൻ മറ്റൊരു വാർത്ത കാണിക്കാം ശരത്തെ. ഈ ഫോട്ടോ നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും. ജൂൺ മാസം 6-ാം തീയതി 2023 വന്ന വാർത്തയാണ്. അതിൽ പറയുന്ന വാർത്ത എല്ലാവർക്കും അറിയാം. കേരളത്തിലെ ഒരു ഫേക്ക് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. ഫേക്ക് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇപ്പോൾ മാധ്യമപ്രവർത്തകൻ എന്ന് പറയുന്ന ജോർജ് സാറിനൊക്കെ ഓർമ്മയിൽ വരിക ഒറ്റ പേരായിരിക്കും, ഒരു പെൺകുട്ടിയുടെ പേരാണ് ഓർമ്മ വരിക. എന്നാൽ ഞാൻ മറ്റൊരു പേര് നിങ്ങൾക്ക് അറിയുമോ ചോദിച്ചാൽ അത് നിങ്ങൾക്കറിയില്ല. ജോർജ് സാറിനോട് ഇപ്പോൾ ഞാൻ ഇന്നലെ പ്രധാനപ്പെട്ട കേരളത്തിലെ ഈ വാർത്ത കൊണ്ടുവന്ന മാതൃഭൂമി അവതാരകനോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഇപ്പോൾ കേരളത്തിലുള്ള ഒരു ഫേക്ക് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടൊരു ഇഷ്യൂ അറിയുമോ? അതിൽ പ്രതി ചേർക്കപ്പെട്ട ഒരാളുടെ പേരറിയുമോ? അദ്ദേഹം ചെറിയ ആളല്ല, മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. നേരത്തെ ഈ കേരളത്തിൽ മാസങ്ങളോളം ചർച്ച ചെയ്തിരുന്ന ഒരു റാങ്ക് ഹോൾഡറായ ഒരു പെൺകുട്ടിയുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, അതാണ് ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് മാത്രം. ആ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വ്യാജമാണോ അല്ലേ എന്നുള്ള ചർച്ചയായിരുന്നു. ഇത്ര ദിവസങ്ങൾ, മാസങ്ങൾ
കൊത്തി വലിച്ച് കീറിയില്ലേ കേരളത്തിലെ? ഫ്രണ്ട് പേജ് മാതൃഭൂമി മനോരമയും ഒക്കെ ഈ പെൺകുട്ടിയുടെ പടം കൊടുക്കാൻ വേണ്ടി ചെലവഴിച്ചില്ലേ? എന്നാൽ ഞാനിപ്പോൾ പറയുന്നു, യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി തൻ്റെ പ്രൊമോഷന് വേണ്ടി ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് വ്യാജമായി ബീഹാറിൽ നിന്ന് അടിച്ചെടുത്തുണ്ടാക്കി ഇവിടെ സമർപ്പിച്ചിട്ട് കേരളത്തിൽ ഒരു മുഖ്യധാര മാധ്യമത്തിനും ഒരു ദിവസത്തെ 10 മിനിറ്റ് ചർച്ച പോലും അതായിട്ടില്ല. ഒരു 10 മിനിറ്റ് ആ വാർത്തയ്ക്ക് വേണ്ടി നീക്കി വെച്ചിട്ടില്ല. എന്താണ് ഇവരുടെയൊക്കെ ഒരു ധാർമ്മികതയെക്കുറിച്ച് നമ്മൾ വിലയിരുത്തുക? എങ്ങനെയാണ് ഇവരെ നമുക്ക് അളക്കാൻ പറ്റുക? മറ്റൊരാൾ TP ഹാരിസ് 25 കോടി രൂപ തട്ടിയെടുത്തു. എവിടുന്ന്? അവരുടെ പ്രവർത്തകർക്കിടയിൽ നിന്ന്. അതിലൊന്ന് ഹജ്ജിന് പോകുന്ന പ്രവർത്തകരുടെ കയ്യിൽ നിന്ന് പിന്നെ അവർക്ക് ചികിത്സാ സഹായം കൊടുക്കാൻ വേണ്ടി ഒരു ആയുർവേദ ചികിത്സ പ്ലാൻ ചെയ്തു. അതിനു വേണ്ടി പണം വേണം എന്ന് പറഞ്ഞ് പിരിച്ചതാണ്. അങ്ങനെയൊക്കെ 25 കോടി രൂപ തട്ടിയെടുത്തു TP ഹാരിസ്. ഈ TP ഹാരിസും ഗഫൂർ കോൽക്കളത്തിൽ എന്ന് പറയുന്ന വ്യാജ സർട്ടിഫിക്കറ്റ് കൊടുത്ത ആളും മുസ്ലിം ലീഗിൻ്റെ സമുന്നതരായ നേതാക്കന്മാരാണ്, സാധാരണ പ്രാദേശിക പ്രവർത്തകരല്ല. അതുമാത്രമല്ല, ഗഫൂർ കോൽക്കളത്തിൽ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് നിന്നുമുള്ള ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. മറ്റൊരാൾ ഈ പറയുന്ന TP ഹാരിസ് മക്കരപ്പറമ്പ് ഡിവിഷനിൽ നിന്നുള്ള മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്കുള്ള ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. നോക്കൂ ശരത്തെ, ഇതാണ് അവസ്ഥ. കൈരളി ചർച്ചക്കെടുത്തു. ബാക്കി ഏത് മാധ്യമമാണ്? ഞാൻ വെല്ലുവിളിക്കുക. ഈ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തകനാണ് അദ്ദേഹത്തെ എനിക്കറിയാം. ജോർജ് സാറൊക്കെ വളരെ മാന്യമായി നമ്മൾ ചർച്ചയിലൊക്കെ സഹകരിക്കുകയും ഇടപെടുന്നയാളാണ്. അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾക്ക് ഒരു പക്ഷേ ചിലപ്പോൾ സൗഹൃദ സംഭാഷണത്തിലെങ്കിലും നിങ്ങൾ ഇതൊക്കെ ഒന്ന് സൂചിപ്പിച്ചു കൊടുക്കണം. എന്തായിരുന്നു ആ വിദ്യ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഉണ്ടായിരുന്ന പരിഗണന? അവർ പഠിക്കുന്ന കാലത്ത് SFI ആയിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അവർ പാർട്ടിയിലോ മറ്റ് പുരോഗമന പ്രസ്ഥാനത്തിലോ ഒന്നും ഒരു ഉത്തരവാദിത്വം വഹിക്കുന്ന ഒരാളുമല്ല. അവരുടെ ഫോട്ടോ ഞങ്ങളുടെയൊക്കെ ആരുടെയൊക്കെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്രശ്നം. അവർ സാഹിത്യരംഗത്ത് മാതൃഭൂമി തന്നെ അവാർഡ് കൊടുത്ത് അംഗീകരിച്ച ഒരു യുവ എഴുത്തുകാരിയാണ്. നന്നായി ഈ സമൂഹത്തിൽ ഇടപെടാൻ ശേഷിയുള്ള ഭാവിയുള്ള ഒരു കുട്ടിയായിരുന്നു. അവരെ തകർത്ത് തരിപ്പണമാക്കി എന്ന് മാത്രമല്ല, അതിനെ കൂട്ടിവെച്ച് CPIM-ന്റെ പോളിറ്റ് ബ്യൂറോയെ വരെ തെറി വിളിക്കുന്ന സാഹചര്യമല്ലേ ഉണ്ടായിരുന്നത്? ഇപ്പോൾ നോക്കൂ നിങ്ങൾ, മലപ്പുറത്തു നിന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് കേസെടുത്തല്ലോ. ജില്ലാ പഞ്ചായത്ത് അംഗത്തിനെതിരെ എന്തെങ്കിലും ഒരു വാർത്ത വന്നോ? ഇതൊക്കെ കാണുമ്പോൾ എന്താണ് നമ്മളൊക്കെ ഈ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം, ജനാധിപത്യത്തിൻ്റെ 4ാം തൂണെന്നൊക്കെ പറയുന്ന ഇവരെക്കുറിച്ച് നമ്മൾ എന്താ കരുതുക? പുച്ഛം മാത്രം, അത്രേ പറയാനുള്ളൂ, പുച്ഛം മാത്രം.